കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ ഇന്ന് എനിക്ക് പ്രഭാതമൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ടെറസിലേക്ക് ചെന്നപ്പോ തന്നെ ആകെ ഇരുണ്ട് മൂടിക്കെട്ടിയതുപോലെയാണ് ഇരുന്നത്. പിന്നെ ഞാൻ വലിയ രസമൊന്നുമില്ല, അതുകൊണ്ട് പ്രഭാതമൊന്നും എടുത്തില്ല. സമി മുകളിലോട്ട് നോക്ക്. കോടമഞ്ഞ് ഇച്ചിരി കൂടെ മഞ്ഞാണേ നമുക്ക് അങ്ങ് പൊന്മുടിക്ക് വിട്ടാലോ. പൊന്മുടി തുറന്ന് നല്ലപോലെ ബസ് സർവീസ് തുടങ്ങി. അത് പണ്ട് പണി നടക്കുമായിരുന്നു. വണ്ടി വരുന്നു. റോഡ് കാണുന്നില്ല. കുട്ടിയാണോ വയനാടൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ഇതുപോലെ മഞ്ഞ് കാണുന്നല്ലേ? ഏകദേശം നമ്മളെ തിരുവനന്തപുരം ഇങ്ങനെ ആവുകയാണെങ്കിൽ വയനാടൊക്കെ എന്തായിരിക്കും? അമ്മി, ഇത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് നല്ല സുഖമുണ്ട്. വലിയ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മള് സ്റ്റിയറിംഗില് അല്ല സീറ്റില് ഏത് ഇതിലാണേലും ഡ്രൈവിങ്ങിന്റെ സീറ്റിൽ വന്നിരിക്കുമ്പോ ഇനി വണ്ടിയല്ല ലോറിയല്ല ബസ്സായാലും ഓടിപ്പല്ല ഒരുപോലെ തന്നെയല്ല. പിന്നെ നമ്മൾ അതിന്റെ വ്യാപ്തി അറിഞ്ഞിരിക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. വലിപ്പം ആന നടന്നു പോകുമ്പോ എങ്ങനെയായിരിക്കും? അതോ ഇല്ല, അയ്യോ ഞാൻ ചോദിച്ചാൽ അതൊന്നും അല്ല. ഓട്ടോമാറ്റിക് മാനുവലും വെച്ച് നോക്കുമ്പോ എക്സ്പീരിയൻസ് എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കിഷ്ടം നമുക്ക് എളുപ്പം നമ്മൾ പെണ്ണുങ്ങൾ പറയും ഓട്ടോമാറ്റിക് ആണെന്ന്. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ മാനുവൽ ആണ് നല്ലത് കേട്ടാ. കാരണം എന്താണെന്നറിയാവോ, ഇപ്പൊ നമ്മളൊരു സ്പീഡിലേക്ക് പോകുന്ന ഒരു അവസരം വന്നു കഴിഞ്ഞാൽ മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന സ്പീഡ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതേസമയം മാനുവൽ ആണെങ്കിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്ത് നമുക്ക് എടുത്തോണ്ട് അങ്ങ് പോവാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മാനുവൽ തന്നെയാണ്. എനിക്കും പേഴ്സണലി ഞാൻ രണ്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് മാനുവൽ തന്നെയാണ് ഇഷ്ടം. പക്ഷേ സിറ്റി ഓട്ടത്തിന് ഓട്ടോമാറ്റിക് തന്നെയാണ്. കാരണം വണ്ടി മൂവ് ചെയ്യുന്നില്ലല്ലോ. മാറ്റി നമ്മുടെ കാലൊരു പരുവാവും. അങ്ങനെ വന്നതുകൊണ്ടാണ് അന്ന് നിസാറിക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക് എടുക്കാനുള്ള കാര്യം. പിന്നെ മുൻപ് സൽമാനെയൊക്കെ ട്യൂഷന് വിടാനും സ്കൂളിലൊക്കെ കൊണ്ടുപോവാനും ഒക്കെ ഉള്ള അന്ന് നിസാറിക്ക് ഇവിടെ ഇല്ലായിരുന്നു. ആ ഒരു സൗകര്യത്തിനാണ് അന്ന് നമ്മൾ സ്വിഫ്റ്റ് എടുത്തത്. പക്ഷെ ഇപ്പൊ ഞാൻ എത്ര വർഷമായെന്നറിയാവോ, അവൻ കോളേജിൽ കയറിയ ശേഷം ഞാൻ എടുത്തിട്ടില്ല അല്ലേ. വണ്ടി അങ്ങനെ എടുക്കാറില്ല, മാനുവൽ ഓടിക്കാറുണ്ട്. എവിടെയാണ് പോണത്? ഇപ്പൊ നമ്മള് പോണത് കൊച്ചു വെളുപ്പാൻ കാലത്ത് ബീഫ് വാങ്ങിക്കാനാണ്. പക്ഷെ വെളി കണ്ടപ്പോ നമ്മള് ഊട്ടിയിൽ എവിടെ പോണ പോലെ തോന്നില്ലേ? ഊട്ടിയോ വയനാടോ ഒക്കെ പോണ ഒരു ഫീലാണ് കേട്ടോ. അത്രത്തോളം മഞ്ഞ്. എന്തോന്ന് സമി, നിന്റെ ഓടിപ്പിൽ എന്തോ നമ്മൾ അറിഞ്ഞില്ലാത്തതാണോ അതോ നീ പേടിച്ചിരുന്നോണ്ടാണോ? താങ്ക് യു കാരണം നമ്മൾ എത്തിയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കട എത്തി. നമ്മളെ വളരെ സന്തോഷം. നേരത്തെ അരമണിക്കൂർ നേരത്തെ ഇറങ്ങിയ ഈ സ്പീഡ് വേണ്ട. ഇന്ന് മരച്ചീനി വന്നിട്ടില്ല ഇവിടെ. മഴ ആയതുകൊണ്ടായിരിക്കും. ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നു. ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മുടെ ചിരകിയ തേങ്ങയും 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അത് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. 3 കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത്. അപ്പൊ ഇത് പച്ചരി പൊടിച്ച് വറുത്തെടുത്തതാണ് കേട്ടോ.
എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു അളവിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് പതിയെ ഒന്ന് ഇളക്കി കട്ടയില്ലാതെ ആക്കിയ ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നീർദോശ ബാറ്റർ എന്ന് തന്നെ പറയാം. അപ്പൊ ഇതുപോലത്തെ ഉള്ള ഒരുപാട് ദോശ റെസിപ്പീസ് പല രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിനി ഇത് അടച്ചൊരു 10-12 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പൊ ഇതിന്റെ ചട്ടിനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 7-8 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അപ്പൊ വെളുത്തുള്ളി കരിഞ്ഞു പോരുതേ, കരിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോകും. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-20 കൊച്ചുള്ളി അരിഞ്ഞു ചേർത്താലും മതി. സവാളയെക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിക്കാണ്. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കാണ്. അപ്പൊ പച്ചമുളകില് എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അല്ലെങ്കിൽ വല്ലാതെ എരിവ് കൂടിപ്പോവും. അപ്പൊ ഇതുപോലെ ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഈ ഒരു ദോശയ്ക്ക് മാത്രമല്ല ഇഡ്ഡലിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതൊന്ന് വഴറ്റിയ ശേഷം ഇത് തണുക്കാനായിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. അപ്പൊ ഞാൻ മാവ് അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോ അരിപ്പൊടിയും റവയും കൂടി ചേർന്നത് കൊണ്ട് തന്നെ അടിയിൽ ഇങ്ങനെ കട്ടിക്കിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു വലിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നീർദോശ തന്നെ പല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വെറൈറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഇനി നമുക്ക് എങ്ങനെ വെറൈറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യവും സംശയം തന്നെയാണ്. നമ്മുടെ സലു സിമ്പിൾ റെസിപ്പീസിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ അതിനിടയിൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ സവാള തക്കാളിയൊക്കെ തണുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒന്നും ഒഴിക്കരുതേ, വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാനുള്ളത്. അപ്പൊ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി ഞാൻ ഒരു പാനിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ വഴറ്റിയത് തന്നെയാണ്, എന്നാലും ഇത് ഈ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടി അതൊന്ന് റെഡി ആവുമ്പോഴാണ് അതിന്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ഒഴിക്കുകയും ചെയ്തത്, വെള്ളം ഒഴിച്ച് അതിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളി തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. നീർദോശ ചുടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കാസ്റ്റേന്റെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നെയ്യാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 2 വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് ഈ ചൂടായ പാനിലേക്ക് നമുക്ക് മാവ് കലക്കി വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത്, എങ്കിലേ എല്ലാം എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇളക്കി തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇത് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കാറില്ല കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആ ഈർപ്പൊക്കെ ഇതിനുള്ളിലേക്ക് വീഴും. അതുകൊണ്ട് തന്നെ ഞാൻ മൂടി വെക്കാറില്ല. എന്നിട്ട് നെയ്യ് ഇതുപോലെ ഒന്ന് വെന്ത ശേഷം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പൊ നെയ്യ് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യാതിരിക്കാം. പക്ഷെ നെയ്യൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ക്യാരറ്റ് നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇനിയിപ്പോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പൊ പാന് പഴക്കണതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ സലു കിച്ചൻ കാസ്റ്റേൺ പാൻ സീസണിങ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ കണ്ട നമ്മളുടെ നീർദോശയും ചട്നിയും അടിപൊളി കോമ്പിനേഷനാണ്, ക്യാരറ്റ് നീർദോശ കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് ഫീഡ്ബാക്ക് കൂടെ തരണം കേട്ടോ. അപ്പൊ ബാക്കി ഇരിക്കുന്ന മാവ് നമുക്ക് ഇതുപോലെ തന്നെ നെയ്യ് ബ്രഷ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കണത്. അപ്പൊ കണ്ടില്ലേ 2 വെച്ചാകുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് എന്റെ ജോലി അങ്ങ് ഒതുങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എളുപ്പം ജോലി ഒതുക്കുന്നത്. അപ്പൊ
അപ്പൊ ഇതൊക്കെ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന അനുസരിച്ച് ഇവരുടെ അടുത്ത് കഴിക്കാൻ പറയും. അങ്ങനെ ഇപ്പം മോളി നിസ്സാരക്കായി ഇത് കഴിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവർ ചൂടോടുകൂടി കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല തൃപ്തിയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. പിന്നെ കുറച്ച് വീട്ടു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതും ഊണും ഒക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. നമ്മളുടെ സലു സിമ്പിൾ റെസിപ്പീസിൽ 100 എപ്പിസോഡ് ആയപ്പോഴേക്കും ഞങ്ങളൊരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഉള്ളവരാണ് വിജയികളായിരുന്നത്. അപ്പം നമ്മളുടെ നന്ദിലത്ത് ജിമാർട്ടാണ് പ്രൈസ് സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പൊ അതില് തിരുവനന്തപുരത്തുള്ള വിന്നറിന് സമ്മാനം കൊടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പം നമ്മള് കരമനയുള്ള നന്ദിലത്ത് ജിമാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ മറ്റ് പ്രൈസ് കിട്ടിയവർക്ക് അവർ കൊടുക്കുന്ന അനുസരിച്ച് ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ഇപ്പൊ നമ്മൾ നന്ദിലത്ത് ജിമാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടോ. ആകെ ഒരു ഫുട്ബോൾ മയം, എല്ലാ രാജ്യങ്ങളുടെ ഫ്ലാഗും എവരുടെ യൂണിഫോം പോലും അത്തരത്തിലുള്ളതായിരുന്നു. പിന്നെ ഷോപ്പിനുള്ളിലേക്ക് കടന്നപ്പോ ആകെ ഒരു അതിശയമായിപ്പോയി. കാരണം ഞാനിപ്പോ ഷോപ്പിനുള്ളിലാണോ നിൽക്കുന്നത്, അതല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനുള്ളിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഇതിനുള്ളിൽ കാണുന്നത് കേട്ടോ. നല്ല കളർഫുൾ ആയിട്ട് ഭയങ്കര നമുക്കൊരു അതിശയം തോന്നത്തക്ക രീതിയിലാണ് ഇവിടെ എല്ലാം അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയേറെ ജനങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഇവിടെ വന്നപ്പം തോന്നി. അപ്പൊ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ വിന്നർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടാണ്. സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള ഷോപ്പിൽ വരുമ്പോഴേക്ക് ഞാൻ ഓടി നടന്നെല്ലാം കാണുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാഴ്ചക്ക് മുതിർന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ തിരുവനന്തപുരത്തുള്ള വിന്നർ എന്ന് പറയുന്നത് കമലേശ്വരത്തുള്ള സജീന ഫിറോസ് ആണ്. അപ്പം സജീനയ്ക്ക് വരാനുള്ള അസൗകര്യം കൊണ്ട് സജീനയുടെ മകളാണ് ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്നത്. എന്തായാലും ഒത്തിരി കൺഗ്രാറ്റ്സ്. ഇതില് വിജയിച്ച 3 പേർക്കും ഞാൻ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് പറയാണ്. അപ്പൊ ഞാൻ സമ്മാനം സജീനയുടെ മോൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുള്ളത് കൊണ്ട് അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. ഞങ്ങളോട് സഹകരിച്ച നന്ദിലത്ത് ജിമാർട്ടിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അപ്പൊ ഇനിയിപ്പോ നേരെ ഞാൻ പറഞ്ഞില്ലേ 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു സന്ധ്യയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സർക്കാരത്ത് പറഞ്ഞു എന്തായാലും നമ്മൾ വന്നതല്ലേ, ഒന്ന് ലുലുലു കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ കുറേ നാളായിരുന്നു കേട്ടോ. ഈ അടുത്തൊന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിസാർക്കൊക്കെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിസാർക്ക് ചോദിച്ചു എന്തിനിപ്പൊ ലുലുലു പോകേണ്ട ആവശ്യം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് കറങ്ങാനായിട്ട്, ഒരു രസം. ചില ദിവസങ്ങളിൽ ഇങ്ങനാണല്ലോ അല്ലേ. അപ്പൊ ഞങ്ങള് അങ്ങനെ ഇപ്പം ഇൻസാറിക്കൊക്കെ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി നമ്മൾ പറഞ്ഞത് കൊണ്ട് ഇൻസാറിക്ക ഇവിടെ കൊണ്ടുവന്നപ്പോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടും, ലുലു സെലിബ്രേഷനിൽ കിട്ടും. എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഈ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ അധികം സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം പാകത്തിനുള്ള റെഡിമെയ്ഡ് കിട്ടാണെങ്കിൽ ഞാൻ നോക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? അതും ഹെവി കോട്ടൺ എനിക്ക് ഇഷ്ടമില്ല, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇഷ്ടം. അങ്ങനെ എനിക്ക് എന്തായാലും മനസ്സിനിണങ്ങിയത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മോക്കും എടുത്തു. അങ്ങനെ ഇപ്പം അതെടുത്ത ശേഷം വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പൊ നിസാറിക്ക പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ലുലുലു വരണമെന്ന് പറഞ്ഞതെന്നാണ് പറയണത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചൊന്നും അല്ല കേട്ടോ ഇറങ്ങിയത്. കാരണം അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഐഷ ഖാനെ കണ്ടത്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് ഐഷയെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നത്. അന്നും ലുലുലു വെച്ച് തന്നെയാണ് കണ്ടത് കേട്ടോ. അപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി. ഐഷ അറിഞ്ഞൂടെ, 4 മക്കളുടെ ഉമ്മയാണ് ഐഷ. ഒറ്റ പ്രസവത്തിലുണ്ടായ 4 മക്കളാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കണ്ട പുതിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം 10-12 തിയേറ്റർ കണ്ട് അകത്തുണ്ട് കേട്ടോ. അപ്പൊ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാണ്. സിനിമ ഇരുന്ന് കാണാനുള്ള ക്ഷമയൊന്നും ഇപ്പൊ എനിക്കും ഇല്ല, നിസാറിക്കാക്കും ഇല്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് അതിന്റെ അകത്തുകൂടി ഒന്ന് കയറി ഇറങ്ങി. ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫുട്ബോൾ മാമാങ്കം തന്നെയാണ്. ഇവിടെ നോക്കുമ്പോഴേക്കും ആ ഫുട്ബോളിന്റെ കട്ടൗട്ടൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ.
അവരുടെ കട്ടൗട്ട് ആണെങ്കിലും ഒറിജിനൽ ആണോ എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ഓരോന്നും വെച്ചിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്ക് മോക്ക് ഒരു ഫെലൂഡ വാങ്ങിച്ചു കൊടുക്കാന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വന്നതാണ്. ഇങ്ങനെയൊക്കെ വരുമ്പം ഇതുപോലെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണോ? നമ്മളിപ്പോൾ എപ്പോഴും ഒന്നും വന്ന് ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ വരുമ്പോഴേക്ക് ആസ്വദിച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്കൊരു ആസ്വാദനവും ഇതിനൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് താഴെ എനിക്ക് കുറച്ച് ഗ്രോസറി എടുക്കാനുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ അല്ല കേട്ടോ, ഇവിടെ ക്രിസ്മസ് മാമാങ്കം എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ് ക്രിസ്മസിന്റെ അലങ്കാരങ്ങളാണ് ഇവിടെ കണ്ടത്. അങ്ങനെ പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ എടുത്തു. കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടറിൽ കുറച്ചധികം നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഇപ്പം എല്ലാം വണ്ടിയിലേക്ക് വെക്കുകയാണ്. ഇപ്പോഴാണ് ഈ സാധനങ്ങൾ എടുത്തിട്ട് വണ്ടിയിൽ വെക്കണ കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ റിച്ചുവിൻ്റെ കാര്യം എപ്പോഴും ഓർക്കണത്. റിച്ചു ഉണ്ടെങ്കിൽ റിച്ചു പടപടാന്ന് എല്ലാം എടുത്ത് വെക്കും കേട്ടോ. രസമതല്ല, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ ഒരു കോള് വരും കേട്ടോ, നിങ്ങൾ ഇവിടെ കറങ്ങി നടക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും bye bye.